ജപ്പാനിലുള്ള ഒരാളെ അയാൾ ഈ വെള്ളം കൊണ്ട് മറ്റ് വീടുകളിൽ കൊടുത്തിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പം പഴയ കാലമാണ്. അപ്പോൾ ഒരു കമ്പിൻ്റെ രണ്ട് വശങ്ങളിൽ രണ്ട് മൺകുടങ്ങൾ തൂക്കി അതിൽ കൊള്ളുന്ന വെള്ളം ഒരു കയറിൽ കെട്ടിയിട്ട് തോളിൽ വെച്ച് തൂക്കിയിട്ടാണ് കൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ അയാളുടെ മുന്നിലുള്ള ആ പാത്രത്തിലെ വെള്ളം തികച്ചും ശുദ്ധമാണ്, അതിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കുടമാണ്. എന്നാൽ പുറകിലത്തെ കുടത്തിന് അല്പം അഴുക്കുകളൊക്കെ ഉണ്ട്, ചില ഹോൾസ് അതിനകത്തുണ്ട്. അപ്പോൾ ഇയാൾ നടന്നു പോകുന്ന സമയത്ത് ഈ ഹോളിലൂടെ വെള്ളം ഇങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പുറകിലുള്ള കുടത്തിനൊരു തോന്നൽ, മറ്റേ കുടം നോക്കി അയാൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ട ബിസിനസ്, അയാൾക്ക് ജീവിക്കാൻ വേണ്ട പണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആകെ പ്രശ്നമാണല്ലോ ഇത്. ഇയാളോട് എങ്ങനെ ഒന്ന് പറയണം, അല്ലേ മോശമല്ലേ ഞാൻ ചെയ്യണം, എൻ്റെ ജോലിയോട് ചെയ്യുന്ന ഒരു കൂറില്ലാത്ത പരിപാടിയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ അയാളോട് പറഞ്ഞു ഇതുപോലൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ശ്രദ്ധിക്കാത്ത മറ്റൊരു ഭാഗമുണ്ട്. നിൻ്റെ പോരായ്മ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ ആ ഹോൾസുകളൊക്കെ തന്നെ. പക്ഷേ ആ പോകുന്ന ഭാഗത്ത് വീഴുന്ന വെള്ളം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ ചെടിയുടെ ചില വിത്തുകൾ ഇങ്ങനെ ഇട്ടിരുന്നു. ആ വിത്തുകളാണ് നമ്മളിപ്പോൾ പോകുമ്പോൾ കാണുന്ന ആ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം നമുക്ക് വീഴ്ചകളും ബുദ്ധിമുട്ടുകളുമൊക്കെ ചോരലുകളുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. അവിടെയെല്ലാം നടാനുള്ള വിത്ത് കയ്യിൽ കരുതിക്കോട്ടോ. അപ്പോൾ അത് നമുക്ക് വിത്ത് നട്ട് അത് മറ്റൊരു തരത്തിലേക്ക് പുഷ്പിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വീഴ്ചകളിൽ വീണു പോവണ്ട, ഉയരാനുള്ള വിത്തുകൾ പാകി പലതിനെയും നമുക്ക് മുളപ്പിച്ചെടുക്കുവാനുള്ള സാധ്യത അതിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.